വയർ നിറഞ്ഞു, പെട്രോൾ തീർന്നു. ഡിന്നർ ഉണ്ടാക്കിയില്ലേ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. സമയം എത്രയായി? എന്താ 5 മണിയോ? എടാ ഷിൻചാനൊന്ന് വേഗം എണീക്ക്, 5 മണിയായി. ഇത്രയും നേരത്തെ തന്നെ എന്തിനമ്മ വിളിച്ചത്? ഞാൻ ഉറങ്ങട്ടെ. എടാ ഇത് വൈകുന്നേരം 5 മണിയായി. ഞാൻ ഇതുവരെ ഡിന്നർ ഉണ്ടാക്കിയില്ല. എന്ത് ചെയ്യും? ഇതുവരെ ഷോപ്പിങ്ങിന് പോയില്ല. ഇപ്പൊ എന്ത് ചെയ്യും? വഴിയുണ്ട്. അതെ, എന്റെ അടുക്കൽ ഹാംബർഗറിനുള്ള കൂപ്പൺ ഉണ്ട്, അത് ഉപയോഗിക്കാം. ഹാംബർഗർ? ഓ, ആ ഹൈവേയിലുള്ള ഷോപ്പാണോ? അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരി, എങ്കിൽ പോകാം. ഹാംബർഗർ. 6 മണിക്ക് മുമ്പെത്തിയാൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്നാ പറയുന്നത്. ഒരു സെറ്റ് വാക്യൂം ഹാംബർഗറിന് വെറും 840 രൂപ മാത്രം. എന്ത് ലാഭം! അതേപോലെ കുട്ടികൾക്കുള്ള വാക്യൂം ഹാംബർഗറിന് വെറും 500 രൂപ മാത്രം. ഓ, അതെന്താണ് നല്ല ലാഭമുള്ള ഓഫറാണല്ലോ. ഇപ്പൊ സമയം 5:30 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എത്താൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതെ അതെ. ആ ഹാംബർഗർ എങ്ങനെ ഇരുമ്പ് ചട്ടിന് ചൂടോടെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ചിക്കൻ ഗ്രേവി ശരീരം ഓടിച്ചെടുത്ത് ഒരു സ്പെഷ്യൽ സോസിൽ അതൊന്ന് മുക്കി കഴിച്ചാലുണ്ടല്ലോ. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി. കൂടെയാ ഇറച്ചിയുടെ സ്വാദം. ഹാംബർഗർ, ഹാംബർഗർ, ഹാംബർഗർ. ഇവളുടെ ബാക്കിയുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഇട്ടോളൂ. നിങ്ങളുടെ ഹാംബർഗറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ്. ശരി, എങ്കിൽ എനിക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും ആക്ഷൻ കാമിനുള്ള ഹാംബർഗറും വേണം. എടാ അതൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ശരി, നമുക്കിന്ന് സൈഡ് മെനു ഓർഡർ ചെയ്യാം. സൈഡ് മെനുവോ? അതിനെന്തൊക്കെയാ ഉള്ളത് നോക്ക്. ഓ, സൈഡ് മെനുവിൽ സാലഡ് ഉണ്ട്, പക്ഷെ അത് ഗ്രീൻ സാലഡാ. പിന്നെ അതിന് സൂപ്പുണ്ട്, അത് കോൺ സൂപ്പ് ആണല്ലോ. ഓ കഷ്ടം. ഇത് കൊള്ളാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ സൂപ്പ് ആ കുറച്ചുകൂടെ ബെറ്റർ. അതിൽ തന്നെ ആ കോൺ സൂപ്പ്, അതിൽ ആ ക്രീം കളറുള്ള വെള്ളം ഉണ്ടല്ലോ, അതിന് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അതിലിങ്ങനെ പൊങ്ങി കിടക്കുന്ന തരികളും അതിൽ പൊങ്ങി കിടക്കുന്ന കോണും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കിഷ്ടം കോൺ സൂപ്പാ. അതിലെ ആ മൊരിഞ്ഞ ഉള്ളിയുടെ സ്വാദം ഇറച്ചിയുടെ സ്വാദം ചേർന്നാലുണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ സൂപ്പ്. എന്റെ പ്രിയപ്പെട്ട കോൺ സൂപ്പ്. എങ്കിലേ എനിക്ക് ഇഷ്ടമുള്ള ഡെസേർട്ടാ. ഡെസേർട്ടിൽ പാരഫ്രൈഡ് പുഡിംഗ് പിന്നെ കേക്കാണുള്ളത്. എനിക്കിതെല്ലാം ഇഷ്ടമാണ്. നീ ഹാംബർഗർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നിനക്ക് കഴിക്കാൻ പറ്റില്ല ഷീച്ച. അമ്മേ, എനിക്ക് ആനയുടെ വയറാണ്, എല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കഴിച്ചിരിക്കുന്നു. ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല. ഇതിനകത്ത് അത്ഭുതമായിപ്പോയല്ലോ. അത് അവിടേക്ക് നോക്ക്. അതാ കാറെടുക്കുന്നു, കാറെടുക്കുന്നു, പുറകിലേക്ക് പോകുന്നു, വീണ്ടും എടുക്കുന്നു, പോകുന്നു, എടുക്കുന്നു, പുറകോട്ട് പോകുന്നു. അവരെന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? കഷ്ടായല്ലോ. അതവിടെ പാർക്ക് ചെയ്തു. അതെന്താ അവരങ്ങനെ ചെയ്തേ? അമ്മ, എനിക്ക് ഹാംബർഗർ കഴിക്കാൻ നന്നായി വിശക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ചേരം ഇവിടുന്ന് വെയിറ്റ് ചെയ്യും. അതെ ഷിൻചാൻ. ഹാംബർഗർ, എന്റെ പ്രിയപ്പെട്ട ഹാംബർഗർ, വളരെ സ്വാദിഷ്ടമായ ഹാംബർഗർ, ഹാംബർഗർ സ്റ്റഫ് ചെയ്ത ഹാംബർഗർ, എന്റെ മാത്രമായ ഹാംബർഗർ. നീ എന്തിനാ ഹാംബർഗറിന്റെ പാട്ട് പാടുന്നേ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി പോവാലോ. നോക്ക്, അവിടെ കോയിൻ പാർക്ക് ഉണ്ട്. നമുക്കെന്നാ അവിടെ പാർക്ക് ചെയ്യാറ്. ഇത് 500 രൂപ ഒരു മണിക്കൂറിനോ? ഷിൻചാന്റെ സെറ്റ് 700 രൂപയുള്ളത് 500 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ സ്പെഷ്യൽ വാക്യൂ ഹാംബർഗർ സെറ്റ് 1200 രൂപയുള്ളത് ഈ ഓഫർ കാരണം 840 രൂപയ്ക്കും കിട്ടും. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 920 രൂപ നമുക്ക് ലാഭമാണ്. ഇന്നത്തെ കാൽക്കുലേഷൻ നല്ല സ്പീഡാണല്ലോ. നമ്മളിത് ഒരു മണിക്കൂറിൽ കഴിക്കുകയാണെങ്കിൽ പാർക്കിംഗ് ഫീ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൂടി നമ്മുടെ ലാഭമായ 920 500 കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 420 രൂപയുണ്ടാകും. അല്ല, അത് ശരിയാവില്ല. അത് ശരി, അമ്മയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുത്തു. ശരിക്കും പാർക്കിങ്ങിന് 300 രൂപയുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഇത് നഷ്ടമില്ല നമുക്ക്. ഇവർ ഈ കാണിക്കുന്നതൊക്കെ ശരിക്കും വന്യമാണ്. ഇവിടെ സെക്കൻഡ് പാർക്കിംഗ് ഉണ്ട്. ഞാൻ കണ്ടു. ഞാൻ കാർ അവിടെ പാർക്ക് ചെയ്യാം. അപ്പോഴേക്കും നിന്ന് പോയിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നാൽ മതി. എങ്കിൽ ശരി, പോകാം. നമുക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളെപ്പോൾ 3 പേരാണോ? അല്ല, ഒരാൾ കൂടിയുണ്ട്. അവർ കുറച്ച് വൈകും. എങ്കിൽ ശരി, എല്ലാവരും വന്നതിന് ശേഷം
നീ ഓർഡർ ചെയ്തോ? നമ്മൾ ഒരുമിച്ച് 6 മണിക്ക് ഇവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടിയെന്ന് അവര് പറയുന്നത്. ഒന്ന് വേഗം വാ. എന്താ പറഞ്ഞേ? അച്ഛ ഒന്ന് വേഗം വാ. 10 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. ഒന്ന് വേഗം ഓടി വായോ. ഓ ഞാനിതാ ഓടിക്കൊണ്ടിരിക്കുക. വേഗം ഓടുന്നേ. അച്ഛ അച്ഛന് ഹാംബർഗർ കഴിക്കണം. ഞാൻ തമിഴ്നോ. അതെ ചേട്ടാ, ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് ടോക്കിയോ സ്റ്റേഷനിലേക്ക് എങ്ങനെയാ പോകണ്ടേ? ടോക്കിയോ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് നേരെ പോയ സിഗ്നൽ കാണാം. അവിടുന്ന് നേരെ പോയി. ഓക്കെ. അയ്യോ ദാ അച്ഛനെത്തി. ഞാൻ പെട്ട് മുട്ടിയില്ലേ? ഓ, കൃത്യസമയം കിട്ടിയല്ലോ. അതെ അച്ഛ അതെ. എങ്കിൽ വേഗം ആ ബട്ടൺ അമർത്തൂ. എന്നാ പിന്നെ കഴിക്കല്ലേ? ഇപ്പോഴാ നാശമായത്. അതെ അതെ, സ്വർഗം സ്വർഗം. ഇതിപ്പോ പെട്രോൾ തീർന്നു. എന്റെ വയറ് ഫുള്ളായി. പക്ഷെ കാർ നന്നായി വെച്ചിട്ടുണ്ടാവുമല്ലോ അച്ഛാ. ആക്ഷൻ കാമന്റെ കൂടെ ഗെയിം കളിച്ചു, അടിച്ചു പൊളിച്ചു. 3, 2, 1 റെഡി. അപ്പൊ ഇതാണ് പാരന്റ്സ് ചൈൽഡ് റേസ് ഈവന്റ്. അല്ല, ഇവിടെ ആക്ഷൻ കാമൻ എവിടെ? പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഒരുപാട് പാരന്റ്സ് കുട്ടികളുണ്ടല്ലോ. അച്ഛാ, നമ്മൾ അവന്റെ അടുത്ത് തോൽക്കരുത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഷിൻചാൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ കയറുക. എന്നിട്ട് ഞങ്ങളുടെ എല്ലാ കാർട്ടൂണും കാണുക. താങ്ക് യു.